Hello students, welcome to my +1 Business Studies class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ബിസിനസ് അതായിരുന്നു. യു മേ റീകോൾ ദി ടേം ബിസിനസ്. വാട്ട് ഈസ് ബിസിനസ്? It is an economic activity. It includes regular production or purchase and sale of goods or services. What is the object of business? The object of business is making profit. എങ്ങനെ? By the satisfaction of human needs. അപ്പോൾ ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ രീതിയിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ്, ദീസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്. ദീസ് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് ബിസിനസ് enterprises, business undertakings, business concerns or business firms. It may be owned by an individual or group of individuals or joint stock companies. These business organizations may be classified on the basis of size, nature of activity and ownership. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ക്ലാസിഫൈഡ് ഇൻറ്റു സ്മോൾ, medium and large scale organizations. Next, on the basis of nature of activity, the organization can be classified industrial organization, marketing organization, financial organization and service organization. Next, on the basis of ownership, the organization can be classified private, public and joint sector organizations. First one, private sector enterprises or organizations. They may be owned and controlled by private individuals or institutions or group of persons. Second, public sector organizations. These organizations may be owned by the government. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്. ദേ മേ ബി ഓൺഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് സിംഗ്ലി ഓർ ജോയിൻ്റ്ലി. നെക്സ്റ്റ്, joint sector. In this case, undertakings are managed, organized and controlled by jointly by government and private sector. അപ്പോൾ ഈ തരത്തിലുള്ള ഓർഗനൈസേഷനുകളിൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഓർഗനൈസേഷനുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനുകളെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. If one is planning to start a new business or expanding a existing business, the businessman should take the important decision related to the choice of form of organization. According to their requirements, it can be selected the appropriate form of organization. അപ്പോൾ ഓരോ ബിസിനസ്മാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അയാളുടെ കയ്യിലുള്ള റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും ഓരോ ഫോം ഓഫ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോം ഓഫ് ഓർഗനൈസേഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് പലതരത്തിലുള്ള ഫോം ഓഫ് ഓർഗനൈസേഷനുകളിൽ കാണാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, next partnership firm, next joint Hindu family business, next joint stock companies, next cooperative societies. അപ്പോൾ നമുക്ക്
ഇപ്പോൾ ആദ്യമായി പഠിക്കേണ്ടത് ഈ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനുകളിലെ ആദ്യത്തെ ഫോം ഓഫ് ഓർഗനൈസേഷനായ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം. ലെറ്റ് us കം ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എത്ര വേർഡ്സ് ഉണ്ട്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ദിസ് വേർഡ് സോൾ മീൻസ് only. Proprietor means the owner. അപ്പോൾ sole proprietor means only owner. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വൺ ഓണർ. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഷോപ്പിലെ ഓണർ തന്നെയാണ് സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരുന്നത്, ഈ ഷോപ്പിലേക്ക് ആവശ്യമുള്ളത്. അവിടെ തന്നെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനുള്ള മെഷീനും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് നമ്മളൊരു ഫോട്ടോ കോപ്പി എടുക്കണമെന്ന് പറയുമ്പോൾ ഈ ഓണർ തന്നെയാണ് ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് തരുന്നത്. നമുക്ക് 2 ബുക്കും വേണം, 2 പേനയും കൂടി വേണമെങ്കിൽ അതെടുത്ത് തരുന്നതും ഈ ഓണർ തന്നെയായിരിക്കും. അയാൾക്ക് തന്നെയാണ് നമ്മൾ ക്യാഷ് എടുത്ത് കൊടുക്കുന്നതും അതിൻ്റെ ബാലൻസ് തരുന്നതും അയാളായിരിക്കും. അപ്പോൾ ആ ഓണർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഒരു സപ്ലൈ ചെയ്യുന്ന ആളുടെ ജോലി ചെയ്യുന്നുണ്ട്, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള വർക്കറുടെ ജോലി ചെയ്യുന്നുണ്ട്, ഒരു സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, ക്യാഷ്യറുടെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വൺ മാൻ ഷോ ആണെന്ന് പറയാം. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് എ വൺ മാൻ ഷോ വിച്ച് ഈസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ വൺ പേഴ്സൺ. ഈ സോൾ പ്രൊപ്രൈറ്റർ അതിൻ്റെ ഓണർ ആയതുകൊണ്ട് ഹീ ഈസ് ദി റെസിപ്പിയൻ്റ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ബെയറർ ഓഫ് ദി റിസ്ക്. ഈ സോൾ പ്രൊപ്രൈറ്ററിനെ നമ്മൾ വേറെ പല പേരിലും അറിയപ്പെടാറുണ്ട്. സോൾ ട്രേഡർ, ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർ എന്നൊക്കെ നമുക്ക് ഈ സോൾ ട്രേഡറെ വിളിക്കാം. അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് suitable for small type of organizations or business units. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പല ആളുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഡെഫിനിഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു JL Hansen, sole trader is a type of business unit where a person is solely responsible for providing the capital for bearing the risk of enterprises for the management of business. അപ്പോൾ സോൾ ട്രേഡർ എന്നാൽ അത് ഒരു ആളുടെ ബിസിനസ്സാണ്, ഒരു വൺ മാൻ ഷോ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആളാണ് അതിൻ്റെ ഓണർ. അയാൾ റിസ്ക് ബെയർ ചെയ്യുന്നു, അയാളാണ് ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ ദി വേർഡ്സ് ഓഫ് LH Haney, the individual proprietorship is the form of business organization at the head of which stands on individual as one who is responsible, who directs its operations and who alone run the risk of failure. അപ്പോൾ എന്താണ്? ഒരു സിംഗിൾ പേഴ്സൺ, ആ സിംഗിൾ പേഴ്സൺ ആണ് ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർഷിപ്പിനെ റൺ ചെയ്യിക്കുന്നത്. ആ ഇൻഡിവിജ്വൽ ആണ് എന്ത് ചെയ്യുന്നു? വിച്ച് സ്റ്റാൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ആസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആ ആളിൽ നിക്ഷിപ്തമാണ്. ഹൂ ഡയറക്റ്റ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഹൂ അലോൺ റൺ ദി റിസ്ക് ഓഫ് ഫെയിലിയർ. അപ്പോൾ അതിൻ്റെ എല്ലാ റിസ്ക്കും ഈ സിംഗിൾ പേഴ്സൺ ഒറ്റയ്ക്കാണ് ഏറ്റെടുത്ത് ഇതിനെ മുന്നോട്ട് റൺ ചെയ്യിക്കുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട
ഫീച്ചേഴ്സും സ്വഭാവങ്ങളും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. അതായത് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങുന്നതും അവസാനിക്കുന്നതിലുമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഉള്ളത്. ദി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് വെരി ഈസി ബിക്കോസ് നോ rigid legal formalities are there. In some cases, the license is required. There is no separate law governed in sole proprietorship. It is easy to close down the business. Next, liability. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരാളെ ഓണറായിട്ടുള്ളൂ എന്ന്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം എന്ത്, അയാളായിരിക്കും ഇതിൻ്റെ മുഴുവൻ ലയബിലിറ്റിയും വഹിക്കേണ്ട ആൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദി സോൾ പ്രൊപ്രൈറ്റർ ഹാവ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അയാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ദി ഓണർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്സ് ഇൻ കേസ് ദി asset of the business is not sufficient to pay off the debt. The personal assets of the businessman also affected to pay off the liability. For example, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അത് എൻഡ് ചെയ്യാണ്. ആ സമയത്ത് ഇതിൻ്റെ ഓണർക്ക് 8,000 rupees കടമുണ്ട്. അയാൾ 8,000 rupees കൊടുത്തു തീർക്കണം. പക്ഷേ അയാളുടെ ബിസിനസ് പ്രോപ്പർട്ടീസും ബിസിനസ് അസറ്റ്സ് എല്ലാം 6,000 rupeesനേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും എന്ത് പറ്റും, ആളുടെ പേഴ്സണൽ അസറ്റ്സ് അതിൽ നിന്ന് 2,000 rupees അയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ലയബിലിറ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, സോൾ റിസ്ക് ബെയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻറ്റ്. അപ്പോൾ എന്താണത്, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലെ ഓണർ ആ കൺസേണിൻ്റെ ഫുൾ റിസ്ക്കും ഏറ്റെടുക്കണം. കാരണം അയാൾ മാത്രമേ അവിടെ ഉള്ളൂ. എന്നാൽ ആളുടെ പ്രോഫിറ്റ്, അതായത് ബിസിനസ്സിൽ നിന്ന് ആൾക്കുണ്ടാവുന്ന പ്രോഫിറ്റ് മുഴുവനും അയാൾക്കുള്ളതാകും. അത് എങ്ങനെയാണ്, ഇഫ് ബിസിനസ് ഈസ് സക്സസ്ഫുൾ ദി പ്രൊപ്രൈറ്റർ എൻജോയ് ദി പ്രോഫിറ്റ്. അപ്പോൾ റിസ്ക് എടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഓണർ എടുക്കുന്ന റിസ്ക്, അതിൻ്റെ ഫലം പ്രോഫിറ്റായിട്ട് അയാൾക്ക് കിട്ടുന്നു. നെക്സ്റ്റ്, കൺട്രോൾ. അതിൽ നിന്ന് എന്ത് മനസ്സിലാകും നമുക്ക്, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഓണറായിട്ടുള്ള ആൾ മാത്രമാണ് അതിൻ്റെ കൺട്രോളർ. ആ ബിസിനസ്സിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ദി സോൾ പ്രൊപ്രൈറ്റർ. അപ്പോൾ ദി സോൾ പ്രൊപ്രൈറ്റർ ക്യാൻ ക്യാരി ഔട്ട് ഹിസ് പ്ലാൻസ് വിത്തൗട്ട് എനി ഇൻ്റർഫിയറൻസ് ഫ്രം ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അയാളുടെ പ്ലാനുകൾ അയാൾക്ക് വെളിയിലുള്ള ഒരു ഔട്ട്സൈഡറുമായി ഡിസ്കസ് ചെയ്യാതെ തന്നെ ഈ ബിസിനസ്സിൽ നടപ്പാക്കാം. അതാണ് ഫുൾ കൺട്രോൾ അയാൾക്കാണെന്ന് പറയുന്നത്. അടുത്തത്, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. എന്താണ് സെപ്പറേറ്റ് എൻറ്റിറ്റി? ബിസിനസ്സും ബിസിനസ് മാനും രണ്ടായി കാണുന്നതിനെയാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ബിസിനസ്സും ബിസിനസ് മാനും ഒന്നാണ്. അവിടെ സെപ്പറേഷൻ ഇല്ല. ഇൻ ദി ഐസ് ഓഫ് ലോ ദി നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദി സോൾ ട്രേഡർ ആൻഡ് ഹിസ് ബിസിനസ്. Business does not have any separate identity apart from the owner. The owner is responsible all the activities of the business. Next, lack of business continuity. എന്താണ് lack of continuity? ഒരു ബിസിനസ് പേഴ്സൺ ആൾ തനിയെ നടത്തുന്ന ബിസിനസ് ആയതുകൊണ്ട് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും, ഇല്ലേ? അപ്പോൾ ഇൻ ദി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ദി ബിസിനസ് മാൻ ആൻഡ് ദി ബിസിനസ് ആർ ദി വൺ ആൻഡ് ദി സെയിം. ദി ഡെത്ത്, insanity, imprisonment, physical ailment and bankruptcy of the sole proprietor will have direct and detrimental effect on the business.
ഇറ്റ് കോസസ് ദി ക്ലോസർ ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഡെത്ത്, ഇൻസാനിറ്റി, ഇംപ്രിസൺമെൻറ്റ്, ഫിസിക്കൽ എയിൽമെൻറ്റ്, ബാങ്ക്രപ്സി അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായാൽ അത് സ്വാഭാവികമായും ആ ബിസിനസ് അവിടെ എൻഡായിത്തീരുന്നു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് ചെറിയ തോതിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.